ഉരച്ചിടുക സഹോദരരെ. അത്ഭുതം ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവും ക്രൂശും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി കുരിശിൽ മരിച്ചതിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് കർത്താവെ ഒന്ന് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന ജനങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം കർത്താവടിയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതരത്തെ ശുദ്ധീകരിക്കണമേ, നാവിന് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുറവുള്ളവർക്കത് കാൽവറി ക്രൂശിൽ അടിയനെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലൂടെയും കർത്താവെ കാണുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, എല്ലാവരും സത്യമറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം കർത്താവ് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. രക്ഷിതാവിനെ കാൺക ഭാവി, രക്ഷിതാവിനെ കാൺക ഭാവി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. 1 കൊരിന്ത്യർ 1:17 കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17-ാം വാക്യം. സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് ചാതുര്യത്തോടെ അല്ലാതെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് യൂസ്ലെസ് ആകുന്നു എന്നാണ്. ക്രിസ്തു മതത്തിലായിരിക്കുന്ന അനേകം ആൾക്കാരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് യൂസ്ലെസ് ആണ്. അത് യൂസ്ഫുൾ ആകുവാൻ എന്തുകൊണ്ടാണ് യൂസ്ലെസ്സായി തീർന്നതിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. സ്നാനം കഴിപ്പിക്കാനല്ല കർത്താവ് എന്നെ അയച്ചത്. നമ്മുടെ കർത്താവ് പറഞ്ഞായിരുന്നു ശിഷ്യന്മാരോട്, നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. നമ്മുടെയൊക്കെ അപ്പോസ്തലിക സഭകളിൽ സ്നാനമുണ്ട്. കുഞ്ഞുങ്ങളെ മാമോദിസ നടത്തുന്നുണ്ട്. പെന്തക്കോസ്ത് സഭകളിൽ മുതിർന്ന സ്നാനമുണ്ട്. അപ്പം അപ്പോസ്തലിക സഭകളിൽ ഇത് കൂദാശകളായിട്ട് സ്നാനം ഉൾപ്പെടെയുള്ള അനേക കാര്യങ്ങൾ, കുർബാന, അനേക കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ പെന്തക്കോസ്ത് സഭകളിലും നടത്തുന്നുണ്ട്. ഇതെല്ലാം എല്ലാ സഭകളിലും ഉണ്ടെങ്കിലും അനേകം ആളുകളുടെ വ്യക്തിപര ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാമം നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാമം നാമത്തിനു ജയം ജയം എപ്പോഴും. ഈ പാട്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മളെ ഇടയ്ക്കൊക്കെ പാടുന്ന പാട്ടാണ്. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. എന്നാൽ ഇന്നും അനേകം ആളുകൾ
ഈ ഇന്ന് വായിച്ച കുറിവാക്യത്തിൽ 1 പത്രോസ് 2:24 പറയുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ചിട്ട് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പൊ യേശു ക്രിസ്തു എന്തിനാണ് ക്രൂശിന്മേൽ കയറിയത്? നാം പാപം സംബന്ധിച്ച് മരിച്ചിട്ട് നീതിക്ക് ജീവിക്കേണ്ടതിനാണ്. എന്നാൽ ഇന്നും ക്രിസ്തു മതത്തിലായിരിക്കുന്ന 90% ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പാപം സംബന്ധിച്ച് മരിച്ചവരല്ല, മരിക്കുന്നവരുമല്ല. നോമ്പ് കാലയളവിൽ 50 ദിവസത്തേക്ക് വേണേ അവർ പാപങ്ങൾ മരവിപ്പിച്ചവരായി മാറും. മദ്യപാനമില്ല, പുകവലിയില്ല, മറ്റു പാപങ്ങളൊന്നുമില്ല, പ്രാർത്ഥനയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെങ്കിൽ 50 ദിവസം കഴിയുമ്പോൾ പാപം അവരിൽ പഴയപോലെ പാപം എന്ത് ചെയ്യാണ്? ശക്തിയായി തീരുകയാണ്. പാപത്തിന് മരിച്ചവരായി അവർ തീരുന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു, യേശു ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഞാനും നിങ്ങളും നമ്മുടെ പാപം സംബന്ധിച്ച് നമ്മൾ മരിക്കണം, എന്നിട്ട് നീതിക്ക് ജീവിക്കുന്നവരാകണം. നാനി പ്രാർത്ഥിച്ചപ്പോൾ ആ ക്രൂശിലെ രക്തത്തിൻ്റെ കാര്യം, നീതിക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ദൈവം നമ്മളെ നീതീകരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവം നമ്മളെ നീതീകരിക്കപ്പെട്ട ശേഷമോ ദൈവകോപത്തിൽ നാം എത്രയധികമായി രക്ഷിക്കപ്പെടും. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടു, ഇപ്പം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നു. നമ്മളത് വർഷങ്ങളായി പറയുന്ന കാര്യം, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം. പിന്നെയും നമുക്ക് രോഗങ്ങളില്ലേ? ഇന്നും നമ്മളിവിടെ നമ്മുടെ 2 ദൈവമക്കൾക്ക് വേണ്ടി അവിടെ രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഈ അടിപ്പിണറുകളാലുള്ള രോഗസൗഖ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. മർക്കോസ് 2 4 പേര് ചുമന്നുകൊണ്ട് പക്ഷപാതക്കാരനെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് ആദ്യം അവൻ്റെ പാപം മോചിച്ചു, ഉടനെ രോഗസൗഖ്യമുണ്ടായി. പാപം മൂലം കടന്നു വരുന്ന രോഗങ്ങൾ കർത്താവിൻ്റെയും അടിപ്പിണറുകളാലുള്ള സൗഖ്യം നമുക്ക് തരികയാണ്. വീണ്ടും നമ്മൾ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോടൊക്കെ കർത്താവ് എന്ത് ചെയ്തു? പാപം മോചിച്ച് അവന് രോഗസൗഖ്യം കൊടുക്കുന്നതാണ് കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപങ്ങളൊക്കെ കടന്ന് പാപത്തിലൂടെയുള്ള ആ രോഗം അടിപ്പിണറുകളാൽ സൗഖ്യം തരും. എന്നാൽ അതിനുശേഷം രോഗങ്ങളില്ലേ? എനിക്ക് 2 ആഴ്ച മുന്നേ ഒരു പുതിയ രോഗം കൂടി. ഇതുവരെ ബ്ലഡ് പ്രഷർ ഇല്ലായിരുന്നു, പ്രഷറിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങി. അതെന്താ ഒരു പുതിയ രോഗം കൂടെ വന്നത്? രോഗങ്ങൾ നമ്മുടെ പിന്നാലെ വരും, എന്നാൽ കർത്താവ് നമുക്ക് എന്ത് ചെയ്യും? ആ രോഗത്തിലൊക്കെയും നമുക്ക് കൃപ തരും. നമ്മൾ വീണ് കിടക്കുന്നവരിൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് വകയുണ്ടെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മളത് പറയാറുമുണ്ട് അല്ലേ? 2 കൊരിന്ത്യർ 4:8, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കാര്യം 7-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് ദൈവം തന്ന് ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ നിക്ഷേപമായ ആൾക്കാരുടെ ജീവിതത്തിലാണ് സകലവിധത്തിലും കഷ്ടമാണ്. ഒന്ന് മാറുമ്പോൾ അടുത്ത കഷ്ടം. അവർ പറയുകയാണ്, ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. അനേകം ആളുകൾ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്ന ദൈവമക്കൾ ഇടുങ്ങിയിരിക്കുന്നില്ല, നിരാശപ്പെടുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ല, നശിച്ചു പോകുന്നില്ല. ദൈവമക്കൾ നിരാശപ്പെടരുത്. കാരണം ഒരു രോഗം വരുമ്പോൾ അടുത്തത് വരട്ടേന്നേ. പരീക്ഷയോടുകൂടെ പോക്കുവഴി ഒരുക്കി വെച്ചിട്ട് മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മളെ അതിലൂടെ കടത്തി വിടുകയുള്ളൂ. അപ്പം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി എങ്കിൽ ഇനി നാം പാപത്തിന് മരിച്ചിട്ട് എന്ത് ചെയ്യണം? നീതിക്ക് ജീവിക്കണം. പക്ഷേ ഇന്നും അനേകം ആളുകൾക്ക് ഇത് സാധിക്കാതെ ഫിലിപ്പിയ ലേഖനം 3:18 വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അനേകരിന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിക്കുക.
ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുമായിരിക്കും ഈ ക്രിസ്തുവിൻ്റെ ക്രൂശ്, നമ്മളിന്ന് ക്രൂശാണ് നമ്മുടെ വിഷയം. ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്കാരോ അല്ലെങ്കിൽ RSSകാരോ അല്ല ഇതിനെ എതിർക്കുന്ന ആൾക്കാരാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർക്കും. ക്രിസ്തുവിൻ്റെ ക്രൂശിന് കണ്ടോ ഫിലിപ്പർ 3:18. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന്. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുകയാണ്, കുറച്ച് പേരൊന്നുമല്ല. ഇത് ആരാന്നറിയാമോ? ക്രിസ്തു മതത്തിൽ ജനിച്ച് ജീവിക്കുന്ന ആളുകളാണ്, അല്ലാതെ വെളിയിലുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. അതിനെങ്ങനെയാണ് അറിയുന്നത്? അടുത്ത വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലൻ അത് തെളിയിച്ചു തരികയാണ്. അവരുടെ അവസാനം നാശമാണ്, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നിൽക്കട്ടെ, ഇപ്പം ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രു ആരാണ്? അവരുടെ ദൈവം വയറ്. വയറ്റിപ്പഴപ്പെന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി നേടണം, നല്ല ശമ്പളം മേടിക്കണം, സുഖമായിട്ട് ജീവിക്കണം, എന്നാണേലും മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ദൈവം വയറ് എന്നൊരു ചിന്താഗതിയിലാണ് നമ്മൾ പള്ളിയിൽ പോകുന്നതെങ്കിലും പ്രാർത്ഥിക്കുന്നതെങ്കിലും നോയമ്പെടുക്കുന്നതിലെല്ലാം നമ്മൾ ആരായി മാറുകയാണ്? ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി മാറുകയാണ്. ഞാനത് ചിന്തിക്കുമ്പോൾ 4 ദശാബ്ദക്കാലം 40 വർഷത്തിനടുത്ത് 38 കൊല്ലത്തോളം ഞാനും ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുവായിരുന്നു. ഇവിടെ പറയുന്നു അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നേ ഇല്ല. എന്നിട്ട് ഇവിടെ പറയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അപ്പൊ ഈ പറഞ്ഞ ക്രിസ്തുമതത്തിൽ ജീവിക്കുന്ന ക്രൂശിന്റെ ശത്രുക്കളുടെ പൗരത്വം സ്വർഗത്തിലല്ല. അവര് സ്വർഗത്തിൽ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. സിറ്റിസൺഷിപ്പ് എടുക്കുക. ഇപ്പൊ അമേരിക്കയിലൊക്കെ ഇപ്പോൾ ആൾക്കാരോടൊക്കെ ആദ്യമേ ചോദിക്കാറുണ്ട്, സിറ്റിസൺഷിപ്പ് കിട്ടിയോ? അപ്പോൾ അവർ പറയും ഞങ്ങൾ അവിടെ ചെന്ന് 5 കൊല്ലം താമസിച്ച് അതിനുശേഷം മാത്രമേ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റുള്ള കൺട്രീസിൽ PR കിട്ടിയോ ചോദിക്കും, പെർമനന്റ് റെസിഡൻസിന്റെ വിസ കിട്ടിയോ ചോദിക്കും. എന്നാൽ ഇവിടെ സ്വർഗത്തിലെ പൗരത്വം നേടിയ ദൈവമക്കളായി നമ്മൾ മാറണം. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ ആ സ്വർഗത്തിലെ സിറ്റിസൺഷിപ്പ് നേടണം. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, കുരിശെടുത്തു പാട്ടിടുന്നു ഞാൻ. ഈ പാട്ടും സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ പാടുന്ന പാട്ടാണ്. കുരിശെടുത്ത് മലമുകളിൽ നടന്നുപോയ കർത്താവേ, നിന്റെ തൃപ്പാദം 2 ഞങ്ങള് ചുംബിച്ചിപ്പോൾ വാഴ്ത്തും. ഈ പാട്ട് പാടിയ ആളുകൾ മരിച്ചുപോയ പുണ്യാളന്മാരുടെ കല്ലറകളെ ചുംബിക്കുന്നു, കട്ടലുകളെ ചുംബിക്കുന്നു, ഇല്ലേ? അനേക കാര്യങ്ങളാണ് ചുംബിക്കുന്നത്. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനെ ചുംബിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ 2:12 പറയുന്നത് ചെയ്യാനറിയത്തില്ല. ദൈവപുത്രനെ ചുംബിക്കണമെങ്കിൽ ഇന്ന ദൈവപുത്രനാണ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുന്നേ കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തം ഊറ്റിത്തന്ന് എൻ്റെ നിങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് പറയാൻ, കർത്താവേ നിന്റെ തൃപ്പാദം 2 ചുംബിക്കുവാനാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. യേശു ക്രിസ്തുവിന്റെ തൃപ്പാദം ചുംബിച്ചവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ചുംബിക്കേണ്ട കാര്യമില്ല. വേറെ പലതും ചുംബിക്കാൻ ആത്മീയ രംഗത്ത് കണ്ടുവെങ്കിലും നമുക്ക് ചുംബിക്കാൻ ഒരിടമേ ഉള്ളൂ, ആ പരിശുദ്ധന്റെ തൃപ്പാദം. യേശു കർത്താവിനെ പോലെ പരിശുദ്ധൻ വേറെ ആരുമില്ല. ആ പരിശുദ്ധന്റെ തൃപ്പാദമാണ് ഞാനും നിങ്ങളും ചുംബിക്കേണ്ടത്. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ പെരിന്തൽമണ്ണയിൽ ഒരു കുടുംബത്തിലുണ്ടായി. റോമൻ കത്തോലിക്ക കുടുംബമാണ്. 70 വയസ്സുള്ള അമ്മച്ചി, അവരുടെ 40 വയസ്സുള്ള മകന് കാറ്ററിങ് പരിപാടിയൊക്കെയാണ്. ഇടയ്ക്കെല്ലാം കിട്ടുന്ന പൈസയ്ക്ക് മദ്യപിക്കും.
37 വയസ്സുള്ള ഭാര്യ, 4 കുട്ടികൾ. അപ്പോൾ അവരുടെ വീട്ടിൽ മഴ പെയ്തപ്പോൾ അവരുടെ കിണർ കലക്കൽ വന്നപ്പോൾ പുള്ളിക്കാരത്തിയുടെ അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിലെങ്ങാണ്ട് കിണറ്റിൽ വെള്ളം വരാൻ പോയതാണ്. ഈ കിണർ കെട്ടിയിട്ടില്ലായിരുന്നു, പാലത്തടിയായിരുന്നു. വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 37 വയസ്സുള്ള ഈ 4 കുഞ്ഞുങ്ങളുടെ അമ്മ കിണറ്റിൽ വീണു. അവൾക്ക് നീന്തൽ അറിയാവുന്നതാണ്, പക്ഷേ വീണ സമയത്ത് അവിടെ ഈ നെറ്റി എവിടെയോ ഇടിച്ചു മരിച്ചു. എന്താണ് യേശുക്രിസ്തു അവരെ രക്ഷിക്കാൻ? എൻ്റെ ചോദ്യമാണ്. നമുക്ക് ഉത്തരവുണ്ട് ഇല്ലേ? ലൂക്കോസ് 19:41 വായിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ഉത്തരമുണ്ട്. യേശു കർത്താവ് നഗരത്തെ നോക്കി കരഞ്ഞ്, ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത് നിന്റെ കണ്ണിനും അറിഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ 4 പുറത്തും വളഞ്ഞ് നിന്നെ നിന്നിലുള്ള മക്കളെ നിലത്ത് തള്ളിയിട്ട് കല്ലുമേ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന ഒരു കാലം. യേശു കർത്താവ് കരയുന്നത് എന്തുകൊണ്ടാണ്? യേശു കർത്താവിന് അന്നത്തേക്ക് ഈ മകളെ രക്ഷിച്ചാൽ പോരോ? ഇല്ല, രക്ഷിക്കാൻ പറ്റത്തില്ല. ലൂക്കോസ് 13:34 ഇന്നിവിടെ പാടിയില്ല, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനും കീഴിൽ ചേർക്കും പോലെ എനിക്ക് നിങ്ങളെ ചേർത്തുകൊള്ളാൻ എത്രയോ വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്ക് മനസ്സായില്ല. സന്തോഷം പ്രാർത്ഥിച്ചു പറഞ്ഞില്ലേ, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. യേശു ക്രിസ്തുവിൻ്റെ വചനച്ചിറകിൻ്റെ കീഴിൽ വരുന്നവരെ മാത്രമേ സ്വർഗം സംരക്ഷിക്കുകയുള്ളൂ. ക്രിസ്തു മതത്തിലായതുകൊണ്ടും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടതും അവിടെ ഇല്ല. യേശു ക്രിസ്തു ഇന്ന് ഓരോ ഭവനത്തെ നോക്കി ഹെൽപ്ലെസ് ആയിട്ട്, അയ്യോ വേണ്ട 4 പുറത്തും ആ ശത്രു വളയുന്നല്ലോ, 4 പുറത്തും അവരെ ഞെരുക്കുന്നല്ലോ, ആ വീട് നശിക്കാൻ പോകുന്നല്ലോ എന്ന് ഓർത്ത് യേശു ക്രിസ്തു ഇന്ന് ഓരോ സുറിയാനി ക്രിസ്ത്യാനിയുടെ ഭവനത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ കുടുംബത്തെ നോക്കി യേശു കർത്താവ് കരയുന്നുണ്ടോ? പാട്ടുകാരൻ പാടിയില്ലേ, തഞ്ചനത്തെ കണ്ടന്നേശു പുഞ്ചിരി തൂകിടുന്നു, തഞ്ചനത്തെ കണ്ടന്നേശു പുഞ്ചിരി തൂകിടുന്നു. ദൈവദൂത സംഗമൽ നോക്കി നോക്കി നിൽക്കുന്നു, ദൈവദൂത സംഗമൽ നോക്കി നോക്കി നിൽക്കുന്നു. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നേ, കൃപയുടെ സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം. ഇന്ന് എനിക്ക് നിങ്ങൾക്കും കിട്ടിയ ഭാഗ്യം ജിമിഷം പറഞ്ഞതുപോലെ മഹാഭാഗ്യം. കർത്താവിൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് ഇരുത്താൻ കുപ്പയിൽ നിന്ന് ഉയർത്തി മച്ചിയാറുകളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് ഞാനും നിങ്ങൾ സർവശക്തനായ ക്രിസ്തുവിൻ്റെ ആ ക്രൂശിൻ്റെ ചുവട്ടിലാണ് കിടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അനേക ആളുകളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമല്ല, അത് യൂസ്ഫുള്ളാണ്, പ്രയോജനകരമാണ്. അതിന് ഞാൻ നിങ്ങൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ മാത്രം ഞാൻ ക്രൂശുമായി ബന്ധത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ. കൊലോസ്യർ 1:20 പറയുന്നു, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടും യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുവിനെ കൊണ്ട് നിരപ്പിക്കുവാനും പിതാവാം ദൈവത്തിന്റെ പ്രസാദം തോന്നി. ഇത് ദൈവത്തിന്റെ പ്രസാദമാണ്. ദൈവത്തിന്റെ പ്രസാദം എന്താണ്? യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. ദൈവമക്കള് ആ ഭാഗമാണ് ചിന്തിക്കേണ്ടത്. ഓരോ പ്രാവശ്യവും നമ്മളത് ആവർത്തിച്ച് പറയുകയാണ്. ഇത് അനേകർക്ക് തെറ്റിപ്പോകുന്ന കാര്യം. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ദേവാലയങ്ങളിൽ നമുക്ക് കുർബാനാനുഭവത്തിൽ യേശുവിന്റെ രക്തം തരാറുണ്ട്. അത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? ക്രൂശിൽ അത് മുന്തിരിവള്ളി കൊണ്ടുണ്ടാക്കിയതായ സംഗതിയാണ്. ഇത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുന്നേ കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം ചൊരിഞ്ഞു. ആ ചൊരിഞ്ഞ രക്തം എന്നാ പറഞ്ഞു. അത് വേറെ ഒരു രക്തവുമല്ല. അവിടെ മുന്തിരിവള്ളിയുടെ അനുഭവമല്ല ആ രക്തം. ഇത് ചൊരിഞ്ഞ രക്തമാണ്. ആ രക്തത്തിലാണ് ഞാനും നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ആ വാക്യം വ്യക്തമായിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടും
യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശുവിനെ കൊണ്ട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തോട് നിരപ്പും യേശുവിൻ്റെ രക്തം മാത്രം, വേറെ ഇല്ല യോജിപ്പും, യേശുവിൻ്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ നിന്റെ രക്തം മാത്രം രക്ഷിക്കുന്നു പാപിയെ, നിന്റെ രക്തം മാത്രം. ദൈവമക്കളെ, ഈ ഒരു പ്രാവശ്യം വചനം കേട്ട ആ ഒരു സഹോദരി നിരാശയുടെ അനുഭവത്തിൽ കടന്നു വന്നു, ഡിപ്രഷനിലേക്ക് കടന്നു വന്നു. ഞാൻ അന്ന് സഹോദരിക്ക് പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചാൽ മതി, കൊലോസിയർ 1:20. കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും ഒരു 10 പ്രാവശ്യം വിളിച്ചു പറ, യേശു ക്രിസ്തു ക്രൂശിച്ചെറിഞ്ഞ രക്തം കൊണ്ടും യേശു ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്രകാരം തന്നെ സഹോദരി ചെയ്തപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? സാത്താനെ ജയിക്കുവാനായിട്ട് സാധിച്ചു. നിരാശ മാറി, ഭാരങ്ങൾ മാറി, സങ്കടങ്ങൾ മാറി. എന്നെ നിങ്ങളെ നിരാശരാക്കണമെന്ന് സാത്താൻ വിചാരിക്കുമ്പോൾ നമുക്കതിന് മരുന്നുണ്ട്, ഡിപ്രഷന്റെ മരുന്നുണ്ട്. ക്രൂശിലെ ചൊരിഞ്ഞ രക്തം, ക്രൂശിലെ രക്തം എന്ന് മാത്രമായിട്ട് പറയുന്നത്, ചൊരിഞ്ഞ രക്തം. നമുക്കൊന്ന് വായിക്കാം. ദൈവത്തോട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ യേശുവിനെ കൊണ്ട് നിരപ്പിക്കുവാൻ പിതാവാൻ ദൈവത്തിനും. ഈ നിരപ്പിക്കുന്ന കാര്യമാണ്. 2 കൊരിന്ത്യർ 5:19-20 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 19-20 വാക്യം. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചു. എല്ലാം മനസ്സിലായി? ഇതൊക്കെ വായിച്ച് നമ്മളങ്ങ് വിടും. പക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് ഉത്തരവാദികളാണ്. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചു. അതിന്റെ ഉത്തരവാദിത്വം എന്താണ്? താഴോട്ട് വായിക്കാം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. എന്താണ് അപേക്ഷിക്കുന്നത്? ഓരോ കൂട്ടായ്മയിലും ഇവിടെ വരുന്ന ദൈവമക്കളും പ്രാർത്ഥനയിലും പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും എല്ലാം എന്താണ് അപേക്ഷിക്കുന്നത്? ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി. എന്നാ പദവിയാണ്? അംബാസഡേഴ്സാണ്. ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അമേരിക്കൻ അംബാസഡർ ഇവിടെ ഡൽഹിയിലില്ലേ? മറ്റുള്ള രാജ്യങ്ങളിലെ അംബാസഡേഴ്സ് ഇവിടെ ഇല്ലേ? അവരാ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുവാൻ, ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കും. നമ്മളാരാണ്? സ്വർഗത്തിലെ സിറ്റിസൺഷിപ്പുള്ള, സ്വർഗത്തിൻ്റെ പൗരത്വമുള്ള ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് നമ്മൾ. ആപ്പയൂപ്പ ആൾക്കാരൊന്നുമല്ല. ആരാണെന്നറിയാമോ? നമ്മൾ റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. ഞാനും നിങ്ങളും നമ്മുടെ പദവി പോലും അറിയുന്നത്. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാൻ സ്വർഗം സഹായിച്ചിരിക്കുക. അപ്പൊ ഇവിടെ കണ്ടു, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരമായി. ഇന്ന് ക്രിസ്തുവിന് ഓരോരുത്തരുടെ അടുക്കൽ വന്ന് എൻ്റെ കുഞ്ഞെ, എൻ്റെ മോനെ, എൻ്റെ മോളെ നിരപ്പാകണേ, നിരപ്പാകണേ, നിരപ്പാകണേ എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ചില സ്ഥാനാപതികളെയൊക്കെ നിയമിച്ചിട്ടുണ്ട്, അതിന് ചില അംബാസഡേഴ്സിനെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. നമ്മൾ കൊട്ടേഷൻ പ്രാർത്ഥനക്കാരൊന്നുമല്ല. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ പ്രാർത്ഥന വിഷയങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് കേൾക്കാൻ തയ്യാറില്ലാത്ത ആരുടെയും പ്രാർത്ഥന എടുക്കരുതെന്നാണ് വചനം പറയുന്നത്. അർമ്മയാപ്രവർത്തനം 7 വാക്കിൽ ഈ ജനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി അഭയാചന പോലും നടത്തരുത്. ഒരുത്തൻ പ്രാർത്ഥനാ വിഷയമായി നമ്മുടെ അടുക്കൽ വന്നെങ്കിൽ പറയണം, നിനക്ക് ദൈവത്തോട് നിരപ്പാകാൻ അറിയാമോ? അറിയാമേലെ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഒന്ന് കേൾക്കാമോ? സിറ്റ് ഡൗൺ പ്ലീസ്, ഞങ്ങളെ ഒന്ന് കേൾക്കാമോ?
നിരപ്പിന്റെ വചനം അവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. കൊലോസ്യർ 1:20. നീ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിരപ്പായിട്ടുണ്ടോ? ഇതിൽ അല്ലാതെ ഒരു മാർഗമില്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, മറ്റൊരു രക്തവുമല്ല, ക്രൂശിൽ ചൊരിഞ്ഞ്. അപ്പൊ നിരപ്പാകണമെങ്കിൽ 1 യോഹന്നാൻ 1:7-8-9 വാക്യങ്ങളും കൂടെ അവരോട് പറഞ്ഞു കൊടുക്കണം. ഈ 2 വാക്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ലെ ഈ 3 വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 5:19-20, കൊലോസ്യർ 1:20, യോഹന്നാൻ 1:7-8-9 വാക്യങ്ങൾ ഓരോ ടൈമിലും പറഞ്ഞു കൊടുക്കുകയില്ല. എന്നാണ് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1:7-8-9 വാക്യങ്ങളെല്ലാം പറയുന്നത്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോഴേ അവരോട് പറയണം, നിങ്ങൾ ഇരുട്ടിലാണ് നടക്കുന്നത് അല്ലേ? ആത്മീയ അന്ധകാരത്തിൽ അനേകർ നടക്കുക. പ്രാർത്ഥനാ വിഷയം ചിലർക്ക്, ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവമക്കളുടെ കയ്യിൽ പ്രാർത്ഥനാ വിഷയം കൊടുത്താൽ അവർ 2 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ എളുപ്പം കാര്യം നടക്കുമെന്ന് ശരിയൊക്കെയാണ്. പക്ഷെങ്കിൽ അവർ അപേക്ഷിച്ച് ദൈവം കൊടുത്തു പ്രാണൻ ക്ഷേമിക്കും. ഇവിടെ പറയുകയാണ്, നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടെങ്കിൽ, നാം ഇരുട്ടിൽ, അന്നോട് വെച്ച വാക്യം, യേശു ക്രിസ്തു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മളും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഇപ്പൊ ഈ കൂട്ടായ്മ കൂടെ നടക്കുന്ന കാര്യമാണ്, വെളിച്ചത്തിലിരിക്കുന്ന ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ഉള്ളവരായി നമ്മൾ ഇരുട്ടിന്റെ പ്രവൃത്തികളെ മാറ്റിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിനെ കൊണ്ട് മാറ്റി നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവപുത്രന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു. എപ്പോൾ നാം പാപങ്ങളെ ക്രിസ്തുവിനോട് ഏറ്റുപറയുന്നു എങ്കിൽ യേശു ക്രിസ്തു സകല അനീതിയും ഒക്കെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. കർത്താവിനോട് മാത്രമേ സംസാരിക്കാവൂ. ഇതാണ് നിരപ്പിന്റെ വചനം. നീ യേശുവിനെ വിളിക്കണം. യേശുവേ, ഞാനൊരു പാപിയാ, എനിക്ക് ദൈവമായിട്ട് നിരപ്പാകണം. യേശുവേ, നീ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്നെ കഴുകണം, ശുദ്ധീകരിക്കണം. എല്ലാ പാപങ്ങളും ഏറ്റു പറയണം. കള്ളക്കുമ്പസാരമല്ല നടത്തേണ്ട, റിയൽ കുമ്പസാരം. കർത്താവേ, എന്നിൽ ഒരു നന്മ വസിക്കുന്ന, ലക്ഷിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കർത്താവേ, എന്നെ കഴുകണം, എൻ്റെ പാപം നീക്കണം, എന്നെ വെടിപ്പാക്കണം. അതിനാണ് ഞാൻ നിങ്ങളും ഇന്നും ആ കർത്താവിൻ്റെ ആ രക്തത്തിൻ്റെ അടുക്കിലേക്ക് കടന്നത്. ഓരോ ഞായറാഴ്ചയും നമ്മളിത് പാടുമ്പോൾ ചിലപ്പം മറ്റുള്ളവർ ചിലപ്പം ചോദിച്ചേക്കാം, വേറെ പാട്ടൊന്നും ഇല്ലേ? ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുഞ്ഞാട്ടേ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമമ്പോൾ നീ കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ. എബ്രായർ 12:24 ഞാനും നിങ്ങളും കടന്നു വരണം. അവിടെ പറയുകയാണ്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാമെന്നല്ല പറയേണ്ടത്, വാർത്താമണ്ഡലത്തിന് പോകാമെന്നല്ല പറയേണ്ടത്. എന്താ? ഞങ്ങൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, പുതിയ ക്രൂശിൽ ചൊരിഞ്ഞ രക്തവുമായി കടന്നു വരുന്നിടത്താണ് ഞങ്ങൾ പോരുന്നത്. നിങ്ങൾ വരുന്നോ? ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? പ്രാർത്ഥനയ്ക്ക്. എന്നാ ഈ പ്രാർത്ഥന വിഷയം കൂടെ ഒന്ന് വിളിച്ചു. അല്ല, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കല്ല പോകുന്നത്. ഞങ്ങൾ പുതിയ നിയമ മധ്യസ്ഥൻ കടന്നു വരുന്നിടത്ത്, ക്രൂശിച്ചൊരിഞ്ഞ രക്തവുമായി കടന്നു വരുന്നിടത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ രക്തത്താൽ ഒരു കഴുകൽ പ്രാപിക്കുവാനാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അത് ഞാനും നിങ്ങളും നേടിയെടുക്കണം. ഇന്ന് എന്തുകൊണ്ടാണ് അനേക സുറിയാനി ക്രിസ്ത്യാനികൾ മരിച്ചുപോയ പുണ്യാളന്മാരുടെ കബറിങ്കിലേക്ക് പോയി മധ്യസ്ഥതയിലൂടെ അവർ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാക്കുകയാണ്? അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. അവരത് ഓർക്കും, ഇത് ദൈവം നടത്തിയ അത്ഭുതമാണെന്ന്. അവർക്ക് അത് ചോദിക്കുന്നവരോട് 2 തെസ്സലോനിക്കർ 1-12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം കാണപ്പാടം അറിയാം. ആദ്യമേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്യാഗം സംഭവിച്ചിട്ട് അധർമ്മമൂർത്തി ആയവൻ അവൻ ദേവാലയങ്ങളിൽ വന്നിരുന്ന പൂജാവിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ എന്ത് നടക്കും? സാത്താന്റെ വ്യാജശക്തി കൊണ്ട് അത്ഭുതങ്ങൾ നടക്കും.
എന്നിട്ട് ഈ സത്യവചനത്തെ വിശ്വസിക്കാത്ത എല്ലാവരിലും ദൈവം എന്ത് ചെയ്യും? ഭോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. അവരുടെ ജീവിതത്തിൽ ന്യായവിധി വരും. സങ്കടം തോന്നാറുണ്ടോ? ഈ എല്ലാവരും പറയും ഈ കൊല്ലമുണ്ടോ ഇന്നടത്തേക്ക് നടന്നുപോയി എന്നോ ജനവരിയായിരുന്നു. ശരിയാണ്. ന്യായവിധിയാ പോകുന്നത്. ന്യായവിധി. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് 5 കന്യകമാരോട് പറഞ്ഞതുപോലെ ഈ കണ്ട പോകുന്ന ജനങ്ങളോടെല്ലാം കർത്താവ് പറയും. കാരണം ജീവിച്ചിരിക്കുന്ന നാളിൽ എബ്രായർ 12:24 വരാൻ സാധിക്കാത്തവർ, ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും ഭവനം എബ്രായർ 12:24 ആക്കാൻ താല്പര്യമുണ്ടോ? പുതിയ നിയമ മധ്യസ്ഥനെ ഭവനത്തിലേക്ക് വിളിക്കാൻ താല്പര്യമുണ്ടോ? പുതിയ ക്രൂശിച്ചൊരിഞ്ഞ രക്തവുമായി യേശു ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ വരാൻ താല്പര്യമുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും വീട് ഒരു എബ്രായർ 12:24 ആക്കിയിട്ട് അനേകം ആളുകളെ എന്ത് ചെയ്യണം? അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ പാപ രോഗങ്ങളൊക്കെ മാറ്റുന്ന യേശുവിൻ്റെ അത്ഭുത രക്തത്തിൻ്റെ അത്ഭുത ശക്തി അവരെന്ന് അറിയട്ടെ. പാപവും രോഗവും അകറ്റിടുവാൻ ലുദിയ ദൈവഭക്തയായിരുന്നു. അവിടെ ഹൃദയം കർത്താവ് തുറന്നു. ഇന്നും ദൈവഭക്തരായ ആൾക്കാർ എന്തുകൊണ്ടാണ് മറ്റുള്ള മധ്യസ്ഥന്മാരെ തേടിപ്പോകുന്നത്? അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ല. പിശാചിന്നും അവരുടെ ഹൃദയം അടച്ചു വെക്കുമ്പോൾ അങ്ങനെ പോകുന്നവരെ ഓർത്ത് വേദനിക്കാറുണ്ടോ? വേണമെങ്കിൽ കൂട്ടായ്മക്കാരോട് അവരൊന്ന് പറയും, ഇന്ന അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു, ഇന്നടത്ത് പോയപ്പോൾ ഉടനെ കൂട്ടായ്മക്കാരെന്ത് ചെയ്യും? അന്ന് ഞാനും വരുന്നു, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്നോട് കൂടെ പറയണം. കാര്യം എന്താ? വിശ്വാസം ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. ആദ്യമേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഇല്ലാതാകും. പിന്നെ മറ്റുള്ള വിശ്വാസത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. എന്നാ അത്ഭുതം നടന്നാലും ക്രിസ്തു എവിടെയെന്ന് പറഞ്ഞാലും ക്രിസ്തു എവിടെയെന്ന് പറഞ്ഞാലും ഓടിപ്പോകേണ്ട കാര്യമില്ല. ക്രിസ്തു നമ്മളിലുണ്ട്. നമ്മുടെ കർത്താവ്, ആ രക്ഷിതാവിനെ കാണുക പാവി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങും. ഒന്നാമത്തെ യേശുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകുന്ന കാര്യം നമ്മൾ കണ്ടു. യേശു ക്രൂശിച്ചെറിഞ്ഞ രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കാത്തതിനാൽ അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാണ്. രണ്ടാമത്തെ കാര്യം ഗലാത്യ 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇൻവെർട്ടഡ് കോമായി പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. ഞാൻ അതിനെ മരത്തിന്മേലെന്ന് മാറ്റി ക്രൂശിന്മേലെന്നാക്കിയ നിങ്ങൾ എന്നോട് സഹകരിക്കുമോ? ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങി ശപിക്കപ്പെട്ടവനായി ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മളെ വിലക്കുവാണ്. ആവർത്തനം 21:22 അപ്പോസ്ട്രോഫിയിൽ ഇത് ഇൻവെർട്ടഡ് കോമായിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. ആവർത്തനം 21:22. ആവർത്തന പുസ്തകം 21:22. ഒരുത്തനെ കൊന്നു മരത്തിന്മേൽ തൂക്കിയാൽ അവൻ ശപിക്കപ്പെട്ടവനല്ലേ? ഒരുത്തനെ കൊന്ന് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടു. അപ്പം പഴയ നിയമകാലത്ത് ഏറ്റവും ഹീന മരണമാണ്. അത് തന്നെയല്ല തൂങ്ങി മരണത്തെക്കുറിച്ച് പറയുന്നത് ശപിക്കപ്പെട്ട മരണം എന്നാണ്. ചിലർ പറഞ്ഞില്ല ഇന്ന ആളവിടെ തൂങ്ങി നിൽപ്പുണ്ടെന്ന്. തൂങ്ങി മരണം. അപ്പം പഴയ നിയമകാലത്തിൽ പോലും തൂങ്ങി മരണം ശപിക്കപ്പെട്ടതാണെങ്കിൽ നമ്മുടെ കർത്താവ് മരത്തിന്മേൽ തൂങ്ങി, ക്രൂശിൽ തൂങ്ങി. എന്തിന് നമ്മുടെ കർത്താവ് എന്തിനാ ശാപമരണമേറ്റത്? ആവർത്തനം 21:22 പറയാതെ പറയുന്ന ഈ ശാപമരണമേക്കാതെ പരിശുദ്ധാത്മാവിലൊരു ഭാഗ്യമരണത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിക്കാഞ്ഞത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഒന്നുകൂടെ വാക്യം വായിക്കാമോ? ഗലാത്യ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലക്കുവാൻ. നിക്കട്ടെ, വാക്യം വായിക്കണം. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. എന്താ മനസ്സിലായി? ഗലാത്യ 3:10 പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവർ. വലിയ നോയ് എടുത്തെടുത്ത് ശപിക്കപ്പെട്ടവരാകുന്നതിനെ കുറിച്ച് ഞാൻ പറയട്ടെ.
അതായത് ഈ 50 ദിവസം ഇറച്ചി മീനും പാലും മുട്ടയും കൂട്ടാതെ വളരെ വിഷമിച്ച് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് അല്ലേ 10-20 ദിവസമൊക്കെ ആകുമ്പോൾ ആൾക്കാർ പറയും ഇനി കടക്കുന്ന പാതി നോയമ്പേ ആയുള്ളൂ, ഒരു ഉണക്കമീൻ പോലും ഇല്ലാതെ എങ്ങനെ കഞ്ഞി കുടിക്കും, ഭാരപ്പെടുകയാണ്. ഇനിയും ഉണ്ട് 25 ദിവസം, പിന്നെയും 4 ദിവസം തുടങ്ങും, ഇനിയും ഉണ്ട് 3 ആഴ്ച, പിന്നെ അങ്ങനെ വന്ന് 40-ാം പള്ളിയാകുമ്പോൾ പറയും ഇനിയും കിടക്കുന്നു 10 ദിവസം. സന്തോഷത്തോടെയാണ് ഈ നോയമ്പെടുക്കുന്നത്. ഈ നോയമ്പെടുത്ത് ദൈവത്തെ എന്നിട്ട് വല്ല അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നമ്മളെന്നാ പറയും, ഞാനേ കഴിഞ്ഞ 50 ദിവസം ഇറച്ചിയും മീനും പാലും മുട്ടയും കൂട്ടാതെ നോയമ്പെടുത്തതിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിലെ ഇന്ന അനുഗ്രഹം. കുഴപ്പമല്ല ഉണ്ടോ? എവിടെയാണ് ആശ്രയിച്ചത്? കർത്താവിലാണോ ആശ്രയിച്ചത്? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലാണോ ആശ്രയിച്ചത്? നോയമ്പെടുത്തെടുത്തെടുത്ത് എന്നായി? ശപിക്കപ്പെട്ടവനായോ? ആയോ? ആയി. ഓരോ വർഷവും ഇത് തന്നെ അവസ്ഥ. ശപിക്കപ്പെട്ട അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നില്ല. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശപിക്കപ്പെട്ടവനാകുക, ദശാംശം കൊടുത്ത് ശപിക്കപ്പെട്ടവനാകുക. ലൂക്കോസ് 18:9 എടുക്കണ്ട. പരീശൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദശാംശം കൊടുത്തു, അവൻ ശപിക്കപ്പെട്ടവനായോ? ആയോ? പ്രാർത്ഥിച്ച് ദശാംശം കൊടുത്ത് പിന്നെ 50 ദിവസം നോയമ്പെടുത്ത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ജനം ശപിക്കപ്പെട്ടവരായി. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി. എന്നിട്ട് ഗലാത്യ 3:14 എന്നാ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കും. കണ്ടോ? പലർക്കും ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹമില്ല, എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം. ഞാൻ ചോദിക്കട്ടെ, ഈ നോയമ്പെടുത്തില്ലേലും നമുക്ക് പല അനുഗ്രഹങ്ങളും കിട്ടും അല്ലേ? ശബരിമലയിൽ പോയി വണങ്ങുന്നവർക്ക് അനുഗ്രഹമില്ലേ? ഇഷ്ടപോലെ അനുഗ്രഹമില്ലേ? ഭൗതിക അനുഗ്രഹങ്ങളില്ലേ? എന്നാൽ ഇവിടെ എന്താ വായിച്ചത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം, അതാണ് നമുക്ക് വേണ്ടിയത്. അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഉൽപ്പത്തി 12 ഇപ്പോൾ എടുക്കണ്ട. ആ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളാണ്. അത് നമുക്ക് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ വന്നോളൂന്നേ. നമ്മൾ ആ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഒന്നും പോകണ്ട. എത്ര പേര് പ്രാർത്ഥിക്കും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവമേ, ഇന്നേ ദിവസം എനിക്ക് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം ഒന്നും നഷ്ടപ്പെട്ടു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ പറയുന്നു അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസം. അതാണ് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഈ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കാത്തത് കൊണ്ടാണ് അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാൻ പാടില്ല. എബ്രായർ 9:22 വരാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും. എന്ത് മനസ്സിലായി? ന്യായപ്രമാണ പ്രകാരം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കും. ഇപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ പാടാറില്ല, കുഞ്ഞാതിന്റേരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ. ആ യേശുക്രിസ്തുവിന്റെ ചങ്കിലെ രക്തം, യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. ഇവിടെ എന്താ പറഞ്ഞത്? ന്യായപ്രമാണ പ്രകാരം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ ഇന്ന് ന്യായപ്രമാണം നടത്തി വലിയ നോയമ്പ് എടുത്ത് ഇതൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനികളെ ആൾക്കാർ അവരെ ഓർത്ത സങ്കടം. ഇത് എടുത്ത് ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശപിക്കപ്പെട്ടവരായി പോവുകയാണ്. നമുക്ക് ഇതിലൊന്നും പറയാൻ, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പൊട്ടുപിടിച്ച് പോകുന്നത്, അതും പറയാൻ പാടില്ല അല്ലേ? ചില ആൾക്കാരൊക്കെ പറയത്തില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ പോകുന്നത്. ചില അമ്മച്ചിമാർ തട്ടാറുണ്ട്. ഞാൻ പോയി കഴിയുമ്പോൾ അറിയാം, എൻ്റെ വില നിങ്ങൾക്കറിയാം. ഒന്നിലും പ്രശംസിക്കേണ്ട. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാതെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ന്യായപ്രമാണപ്രകാരം സകലവും യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അതിൽ 15-ാം വാക്യം, എബ്രായർ 9:15.
ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് നിൽക്കട്ടെ. ബാക്കി വായിക്കണം. എന്ത് മനസ്സിലായി? ആദ്യ നിയമത്തിന്റെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായി. എന്തെങ്കിലും മനസ്സിലായോ? ആദ്യ നിയമം, പഴയ നിയമത്തിന്റെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് ഒരു മരണമുണ്ടായി. എന്നിട്ട് പറയാണ് നിത്യാവകാശം ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാവും. കണ്ടോ? വീണ്ടും പറയാം. എന്ന് പിന്നെ നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാനാണ്. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാനാണ്. മരിച്ച ശേഷമോ നിയമം സ്ഥിരമാകും. അത് മനസ്സിലായ എത്ര പേരുണ്ട്? ഇതിൽ മനസ്സിലായ മരിച്ച ശേഷമോ? യേശു കർത്താവ് മരിച്ച ശേഷം കർത്താവ് കൊണ്ടുവന്ന നിയമം സ്ഥിരമായി. അതെന്താണ് സ്ഥിരമായി? അതിനോട് പറയാം. വീണ്ടും എബ്രായ ലേഖനം 9-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആ അധ്യായം ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ദൈവമക്കൾ, ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരിക്കുന്ന ജൈവിക നിയമങ്ങളത്രേ. ഇന്നിവിടെ ദൈവമക്കൾ വന്നിരിക്കുന്ന ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരണം. ഇവിടെ ഇറങ്ങിപ്പോകുന്ന ദൈവമക്കള് 90% 100% മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഇവിടെ പറയുന്നു, ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം കൈവരുത്തുവാൻ കഴിയാത്ത വഴിപാടുകൾ, യാഗങ്ങൾ അർപ്പിച്ചു വരും. അപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം. വഴിപാട്, നേർച്ച കാഴ്ചകൾ ചുമ്മാ അങ്ങ് നേരും അല്ലേ? കൂട്ടായ്മക്കാരിപ്പോൾ ഇവിടെ അങ്ങനെ നേരുന്ന ആൾക്കാരില്ല. കൂട്ടായ്മക്കാർ നേരുന്നതെന്ന് പറയട്ടെ, കർത്താവേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ പനി പൂർണ്ണമായെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞാൻ കൂട്ടായ്മയിൽ സാക്ഷ്യപ്പെടും. അത് നേർച്ചയെ, അത് വേണ്ടെന്നേ. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ ഈ കർത്താവിനെ മാത്രമേ ഞങ്ങളുടെ കർത്താവിന് വിടുവിക്കാൻ കഴിയും. ഞാൻ വന്നിരിക്കുന്നത് ശുദ്ധീകരണത്തിനാണ്. എനിക്ക് ക്രൂശിച്ചൊരിഞ്ഞ രക്തം കഴുകുമ്പോൾ, എൻ്റെ പാപം മാറുമ്പോൾ എനിക്ക് സൗഖ്യമുണ്ട്. ഇവിടെ പറയുകയാണ്, ആ വഴിപാടുകളൊക്കെ എന്തൊക്കെയാണ്? അത് വിവിധ സ്നാനങ്ങൾ, ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ തുടങ്ങി ഗുണീകരണ കാലത്തോളം ചുടമുത്തിയിരുന്ന ജഡിക നിയമം. എല്ലാം മനസ്സിലായോ? നിയമകർത്താവിൻ്റെ മരണശേഷം നിയമം സ്ഥിരമായി. അപ്പം ഈ ജഡിക നിയമം, ഈ പറയുന്ന മുതിർന്ന സ്നാനം ഉൾപ്പെടെ ഉള്ളതായ ആ സ്നാനങ്ങളും വിവിധ സ്നാനങ്ങളും പിന്നെ വഴിപാടുകളും എല്ലാം ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളാണ്. ഗുണീകരണ കാലം എന്ന് തുടങ്ങി യേശുക്രിസ്തുവിന്റെ വായിച്ചവിടെ നിർത്തിയതല്ലേ ഉള്ളൂ. നിയമകർത്താവിന്റെ മരണശേഷം 9:15 നമ്മുടെ അടുത്ത് ശ്രദ്ധിച്ചില്ലല്ലോ. അത് നിമിത്തം ആദ്യ നിയമത്തിന്റെ ലംഘനങ്ങളിൽ നിന്നും ഉള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. നിയമകർത്താവ് മരിച്ച ശേഷമോ നിയമം സ്ഥിരമാകുന്നു. അപ്പൊ നിയമകർത്താവ് ക്രൂശിൽ മരിച്ചു. ഇന്ന് നിയമകർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നിയമകർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു, ഇംപ്ലിമെന്റായി. ആ നിയമം സ്ഥിരമായി. അതുകൊണ്ടാണ് ഇനി ഗുണീകരണ കാലം യേശു കർത്താവിന്റെ ക്രൂശിലെ മരണത്തിൽ തുടങ്ങി.
ഇത് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലാണ് ഈ വിവിധ സ്നാനങ്ങളൊക്കെ പറഞ്ഞത്. അത് 3.5 കൊല്ലത്തെ ജഡിക നിയമം മാത്രമേ ഉണ്ടാകൂ. മനസ്സിലായില്ല? ഇവിടെ സന്തോഷം ഇല്ല. മനസ്സിലായില്ലേ? ഒന്നും എബ്രായർ 9-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു. ദൈവമക്കൾ വായിച്ചു, പ്രാർത്ഥിച്ചിട്ട് വായിച്ചേ. വിശ്വാസം നമ്മളങ്ങോട്ട് കുരുടാക്കാതെ ദൈവമക്കൾ ഇരുന്നിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിന്ന് നിറയ്ക്കട്ടെ. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാർവിയിലാണ് ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. എന്താ പാടിയത്? കാൽവറി ക്രൂശിലെ സ്നേഹം, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹം, ആ പൊന്നുമാർവിൽ എന്നെ നിങ്ങളെ മണയ്ക്കുന്ന സ്നേഹം. ഇന്നും ആ പൊന്നുമാർവുമായ ആത്മസ്വരൂപൻ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. എന്തിനാണ്? എൻ്റെ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ. ഇന്ന് ആരെങ്കിലും കണ്ണുനീരിന്റെ അനുഭവത്തോടെ ഹൃദയം നുറുങ്ങി വേദനയോടെ രോഗത്ത് ഭാരത്താൽ വന്നിരിക്കുന്നുവെങ്കിൽ ദൈവവൈതലേ, നിന്നെ അനാഥരായി വിടത്തില്ല. കാര്യം എന്താണ്? പാപവും രോഗവും അകറ്റുവാൻ യേശുവിന്റെ രക്തത്തിന് അത്ഭുത ശക്തിയോട് പ്രഖ്യാപിക്കുക. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി വായിക്കുക എബ്രായ ലേഖനം 9-ാം അധ്യായം 9 ഏതാ വായിക്കാൻ പറഞ്ഞത്? 9-9-10 വായിച്ചു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരുടെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ. അപ്പൊ ഈ ഗുണീകരണ കാലം എന്ന് തുടങ്ങിയെന്നാൽ നിയമകർത്താവിന്റെ മരണം സംഭവിച്ചപ്പോൾ ഗുണീകരണ കാലം തുടങ്ങി. പിടിയോ? ഇപ്പൊ ഗുണീകരണ കാലം തുടങ്ങുമ്പോൾ പിന്നെ മറ്റ് ജഡീക നിയമങ്ങളൊന്നും നമുക്ക് ബാധകമല്ല. അതിന് ഊന്നൽ കൊടുത്താണ് അനേകർ. ഈ ഞാൻ പറയട്ടെ, ഇപ്പം ഈ നമ്മുടെയൊക്കെ സഭകളിലൊക്കെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്തിനേക്കാളും പ്രാധാന്യം എന്തിനാണ്? ഞാൻ നിങ്ങൾ ഞായറാഴ്ച കുടിക്കുന്ന രക്തത്തിന് അത് മതിയെന്നല്ല, അതല്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ക്രിസ്തു നമ്മളെ കഴുകണം. കർത്താവേ, നീ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ നന്നായി കഴുകി, എൻ്റെ പാപം നീക്കി, എന്നെ വെടിപ്പാക്കി, യേശു ക്രിസ്തുവുമായി എന്നെ പങ്കുള്ളവനാക്കണം, എന്നെ ബോധിച്ചവനായി കൂടെ ഇരുത്തണം. 5 കന്യകമാരെ യേശു ക്രിസ്തുവിനെ ബോധിച്ചില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞവരെ തള്ളിക്കളഞ്ഞു. കന്യകമാരാണ്, വെർജിൻസ് ആണ്, പാപം കൂടാതെ ജീവിച്ചവരാണ്. അവർ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടവരാണ്. അവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, പാത്രത്തിൽ എണ്ണയില്ലായിരുന്നു. കന്യകമാരായിട്ടും മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടവരായിട്ടും തള്ളപ്പെട്ടു. ദൈവമക്കളെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനും നിങ്ങളും ഇന്ന് നമുക്ക് ഗുണീകരണ കാലത്തോളം, അത് ഗുണീകരണ കാലം തൊട്ട് തുടങ്ങിയതായ ആ ജഡിക നിയമങ്ങൾ, ഗുണീകരണ കാലത്തോളം ചുമത്തിയ ജഡിക നിയമങ്ങൾ നമുക്ക് ബാധകമല്ല. ഇന്ന് ആത്മാവിന്റെ നിയമമാണ്. നമ്മുടെ കർത്താവ് ആത്മാവിലാണ് കഴുകുന്നത്, ആത്മാവിലാണ് സ്നാനം തരുന്നത്, അല്ലേ? ആത്മാവിലാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവുമായി സാക്ഷ്യം പറയും. ഇനി മൂന്നാമതായി 1 കൊരിന്ത്യർ 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക്. അപ്പം ക്രൂശിന്റെ വചനം ദൈവശക്തി ആക്കാത്തവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യക്തമാവുകയാണ്. ഇന്ന് അനേകം ആളുകൾക്ക് ഈ വചനം ഭോഷത്വമാണ്. വേദോത്സവമായിട്ട് വചനം കേൾക്കാൻ പോകുന്നവരെ കാണുമ്പോൾ ചിലർ പുച്ഛിക്കാറില്ലേ? തേട് പോകുന്നു, കുഞ്ഞാട് പോകുന്നു, ഹല്ലേലൂയ പോകുന്നു, കളിയാക്കത്തില്ലേ? എന്തുകൊണ്ടാണ് ഈ ക്രൂശിന്റെ വചനം എന്തുകൊണ്ടാണ് അനേകർക്ക് ഭോഷത്വമായിരിക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ. കാനാവിലെ കല്യാണത്തിന് യേശു ചെയ്ത അത്ഭുതങ്ങളെ ഒരിടത്ത് വായിച്ചാൽ അത് ക്രൂശിന്റെ വചനമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തോന്നിക്കും. അത് യേശു ക്രിസ്തുവിന്റെ വ്യാപാര കാലത്ത് സംഭവിച്ച ഒരു അത്ഭുതങ്ങളിൽ ഒന്നാണ്. അത് ക്രൂശിന്റെ വചനമല്ല. ഇന്ന് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് വെളിപ്പാട് 19:13
അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനമെന്ന് എല്ലാം മനസ്സിലായോ? ദൈവവചനത്തിൽ തളിക്കപ്പെട്ട ആ ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടുമ്പോഴാണ് ഇത് ക്രൂശിന്റെ വചനമായി മാറുന്നത്. അന്നേരമാണ് സാത്താൻ മലരിലൂടെ ഇതിനെ നിന്ദിക്കുന്നത്. എബ്രായർ 9:19 ഒന്ന് വായിച്ച്. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന പേർക്കായി ചാകുന്നു പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി. ആ പാട്ടൊക്കെയും വ്യക്തിപരമായിട്ടൊന്ന് ഏറ്റെടുത്താൽ, എൻ്റെ യേശുവേ നീ എൻ്റെ പേർക്ക് മരിച്ചു, എൻ്റെ പേർക്ക് മരിച്ചു, എൻ്റെ പേർക്ക് മരിച്ചു. ആ ക്രൂശിലെ രക്തം എന്നെ വീണ്ടെടുക്കാൻ, അല്ലേ? ഗർഭവും പിതൃപാരമ്പര്യമായി നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്, അല്ലേ? അതിന്റെ വില നമ്മൾ മനസ്സിലാക്കി. ഇന്ന് യേശുവിന്റെ ആ വാക്യം വായിച്ചു, വെളിപ്പാട് 19:13 വായിച്ചിട്ട് ഒന്നും കൂടെ എബ്രായർ 9:19 വരാം. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്ന അവന് ദൈവം. അപ്പൊ ഈ ദൈവവചനത്തിലെ രക്തം തളിച്ച് വായിക്കാം. എബ്രായർ 9:19. ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. പഴയ നിയമ ബലി തന്നെ രക്തം കൂടാതെ പ്രതിഷ്ഠിക്കപ്പെട്ടതല്ല. ഇത് എബ്രായർ 9 പഠിക്കണേ. ഇന്ന് തച്ചിനിരുന്ന് വായിച്ച് അഭിഷേകത്താൽ മനസ്സിലാക്കി. എബ്രായർ 9 ഇതൊക്കെ വായിച്ച ചിലർക്ക് ഇത് ബോധക്കേടും ബോധക്ഷയം ഒക്കെ വരിക, ഇല്ലേ? എപ്പം ബോധം കെട്ടെന്ന് നോക്കിയാൽ മതി. എബ്രായർ 9 വായിച്ച ഒരു 10 വാക്യം വായിക്കുമ്പോഴേ ബോധക്കേട് വരിക. ഇവിടെ പറയാം, മോശ ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളുടെയും രക്തമെടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ആ പഴയ നിയമത്തിലെ രക്തം തളിയാണ് ഇന്നിവിടെ നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വ്രതന്മാരായുടെ മേൽ യേശുവിന്റെ രക്തം തളിക്കപ്പെടുവാനുമായി എഴുതുന്നത് 1 നമ്മൾ വായിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ വിശദീകരണം കാണിപ്പാനും അനുസരണം കാണിപ്പാനുമായി യേശുവിന്റെ രക്തം തളിക്കപ്പെടുവാനുമായി എഴുതുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകുന്നത്? ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിനാൽ ശുദ്ധീകരണം പ്രാപിക്കാത്തതിനാൽ. രണ്ടാമതായിട്ട്, എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകുന്നത്? ഇന്നും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ശപിക്കപ്പെട്ടവരാകുകയും അതോടൊപ്പം അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കാത്തതിനാൽ. 3, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം ദൈവശക്തിയാക്കാതെ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകുന്നു. 4, ഗലാത്യർ 6:14. ഗലാത്യർ 6:14. ഗലാത്യർ 6:14. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കാത്തവർക്ക് ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകും. എല്ലാം പിടികിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ ചില അവസരങ്ങളൊക്കെ ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കാൻ കിട്ടും. ഒറ്റ കുഞ്ഞും പ്രശംസിക്കത്തില്ല. ഞാനത് വായിക്കാം, പഠനല്ലേ? യെരമ്യാവ് 9:23. യെരമ്യാവ് 9:23. യെരമ്യാവ് 9:23. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നു. ഞാനത് ചോദിക്കട്ടെ, നമ്മുടെ മക്കളോട് മോനിപ്പോൾ എന്നത്തിന് പഠിക്കുക, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുക, ഇപ്പം MBAക്ക് MCA ഒക്കെ പഠിക്കാണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കും പറയുന്നത്? അവനിപ്പോൾ MBA കേട്ടോ, ആ പറച്ചിലൊക്കെ MBAക്കാണ്, അവൻ MBAക്കാണ്, അവൻ MCAക്കാണ്, അവൻ ഇന്നതിനാണ്, MTechനാണ്, അല്ലേ?
നേരെ മറിച്ച് കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിച്ചുകൊണ്ട് മക്കളുടെ ജ്ഞാനത്തെക്കുറിച്ച് വല്ലതും പറയുമോ? ഓ, അവനോ ആ കർത്താവിൻ്റെ കൃപയാൽ അവന് ജയിച്ചു കേട്ടോ. അപ്പം അവനവിടെ MBA പോകുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിച്ചു എന്ന് പറയാൻ പറ്റുമോ? അവൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഡിഗ്രി ജയിക്കാൻ പറ്റി പറയുമോ? നമ്മൾ നല്ല മാർക്കുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത്? അവന് നല്ല മാർക്കുണ്ടായിരുന്നു, 92% അവന് കിട്ടിയെന്ന് പറയുന്നു. എവിടെ അഭിമാനിക്കുന്നത്? കർത്താവിൻ്റെ ക്രൂശിലാണോ? ആണോ? ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കും. അടുത്തത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കും. ഇല്ലേ? ഇപ്പം നമ്മളൊക്കെ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ ചോദിച്ചാൽ നമ്മൾ തന്നെ പറയും, ഞാൻ രാവിലെ 6 മണിക്കൂർ നടക്കും, മഴയാണെങ്കിലും ഞങ്ങൾ നടക്കും. പിന്നെ ഞാൻ രാവിലെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും, രോഗത്തിനുള്ള മരുന്നൊക്കെ എടുക്കും. അതുകൊണ്ട് വലിയ. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുമോ? ദൈവകൃപയാ അല്ലെ കർത്താവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യമൊക്കെ ഉണ്ട് പറയുമോ? അവസരം കിട്ടണം. നമ്മളെന്നാ പറയും, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ചയും മാറാട്ട് പോയായിരുന്നു, നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു ഡോക്ടർ, ഒത്തിരി ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞു ആ മരുന്നൊക്കെ വാരിയുണ്ടോ. നമുക്കതിന് വാചാലതയാണ്. എന്നാൽ നമ്മുടെ ബലത്തിൽ നമ്മൾ പ്രശംസിക്കുമോ? ചങ്ങനാശ്ശേരിക്കാരൻ, ഒരു സ്വർണ്ണക്കടക്കാരൻ, 42 വയസ്സുകാരൻ, 150 കിലോ തൂക്കമുള്ളവൻ, 6 അടിക്ക് മേളിൽ പൊക്കമുള്ളവൻ, അവൻ ബാംഗ്ലൂർ അവൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഫാമിലി ഡോക്ടറുമായിട്ട് പോയിട്ട് ഓവറായിട്ട് എക്സസൈസ് എടുത്തു, മരിച്ചുപോയി. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ്. ബലത്തിൽ പ്രശംസിക്കാൻ പോയത്. ഇന്നും എന്നാ വേണം? ഒരു നിസ്സാരം പോലെ ഒരു പനിക്കുണ്ടോ നമ്മൾ? ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്ന, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കുന്ന. അടുത്തത് ചില കാശൊക്കെ ആകുകയാണേലോ. പിന്നെ ആരെങ്കിലും ഒന്ന് ചോദിക്കുകയാണ്, ഇപ്പം ബൈജു എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? പിന്നെ ബൈജുവിൻ്റെ കഴിവും ആ ബിസിനസ്, ഞാനത് ബുദ്ധിയോടെ ആ സമയത്ത് ആ ഇടപാടൊക്കെ നടത്തിയത് കൊണ്ട് ഇപ്പം നല്ല ലാഭത്തിൽ പോകുമെന്ന് പറയും. എന്നാൽ കർത്താവ് പ്രശംസിക്കുമോ? എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും വരുന്നതാണ്: ജ്ഞാനം, ബലം, ധനം. നമ്മൾ കർത്താവിൻ്റെ ക്രൂശിലാണോ പ്രശംസിക്കുന്നത്? ആണോ? വായിച്ച്, പ്രശംസിക്കുന്നവൻ യഹോവ ഭൂമിയിൽ ദയ, ന്യായം, നീതി പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ കർത്താവിനെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ജ്ഞാനവും അതിലാണ് ആ ജ്ഞാനത്തിലില്ല എന്ന് ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ ഞങ്ങളുടെ ജ്ഞാനമൊക്കെ ഇപ്പം അതാ. ഞങ്ങൾക്കിപ്പോഴേ പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം മുമ്പ് വായിച്ച വാക്യത്തിൻ്റെ ഗലാത്യ 6:14 ക്രിസ്തുവിൻ്റെ ക്രൂശിൽ, ഞാനോ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശി എന്ന് മനസ്സിലായി. ഈ ക്രൂശിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടു. ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയ്ക്കൊക്കെ നമുക്ക് വരാൻ ബുദ്ധിമുട്ടായി. ഇതെല്ലാം കഠിനവാക്കാമെന്ന് പറയും. ലോകം എനിക്കും ഞാൻ ലോകത്തിനും പ്രശംസിക്കും. ഇനിയും ഫിലിപ്പിയർ 2:7 കൂടെ 1-2 വാക്യം വായിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കും, സമയം പോയല്ലോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ 3 ലോകങ്ങളിലുള്ള എല്ലാവരുടെയും ആളുകളുടെ മുഴങ്കാൽ മടങ്ങണം, എല്ലാ നാവും യേശു മാത്രം കർത്താവെന്നേറ്റു പറയണം.
അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം നാമോ, എല്ലാ നാമത്തിലും ഭക്തജനം വാട്ടുനാമോ, എല്ലാ മുഴങ്കാലും മടങ്ങിയിടം തീരും മുമ്പിൽ. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ദൈവം യേശുവിനെ എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. ഇനി യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. കർത്താവിൻ്റെ ന്യായവിധിയിൽ മടങ്ങാത്ത മുഴങ്കാലൊക്കെ ദൂതന്മാർ ഒടിച്ചു മടക്കിയിട്ട് എത്ര പ്രഗത്ഭരാണെങ്കിലും യേശു മാത്രം കർത്താവ് നേറ്റു പറഞ്ഞിട്ട് പൊക്കോളാൻ പറയും. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് ആ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയവനായ നമ്മുടെ പ്രിയപ്പെട്ട യേശു കർത്താവിൻ്റെ മുന്നിൽ മുഴങ്കാൽ മടക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി ആരുടെയും മുന്നിൽ നമ്മുടെ മുഴങ്കാൽ മടക്കാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ആ നാടും നിങ്ങളും ഏറ്റു പറയുക. ഗലാത്യർ 5:24 കൂടെ വായിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഈ പാഠപുസ്തകത്തിൽ 220 പാട്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഗലാത്യർ 5:24. യേശു ക്രിസ്തുവിനെ നമ്മൾ പിന്തുടരും. തന്നെത്താൻ തിരിച്ചു തൻ്റെ ക്രൂശെടുത്ത് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ യോഗ്യരായി ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ എൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കും. പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവേ എന്നെ യേശു ക്രിസ്തുവിനുള്ളവനാക്കണം, എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശി. അതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ക്രിസ്തുവും ക്രൂശും എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാനിടയാകാതെ വണ്ണം ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രയോജനകരമായി തീരുവാൻ, യൂസ്ഫുള്ളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. 220 പാട്ട് നമുക്ക് എടുക്കാം. അവിടെ 1-ാമത്തെ സ്റ്റാൻസായി പാടുന്നു, എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി ക്രൂശിൽ മരിച്ചു എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത, ഒരു നാളും മറക്കാത്ത ആ കർത്താവ്, ആകാശത്തിൻ്റെ കീഴ്വാതിൽ തുറന്ന് സമൃദ്ധിയായി നടത്തുന്ന കർത്താവ്, ആ കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അതിനുശേഷം കുഞ്ഞോളാനി കടന്നു വന്ന് സമാപന പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവേ, എന്നുമെന്നും മതിയായവൻ, എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൊടും വേലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ, പോയപ്പോൾ തൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ പാപഭാരമെല്ലാം
തൻ്റെ ചുമലിൽ ചേറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ച് ആ രക്തം ചീന്തി പിതാവിനോട് നിരപ്പിച്ച് ഇന്നെന്നെ നിങ്ങളെ കഴുകി യേശു ക്രിസ്തുവുമായി പങ്കുള്ളവനാക്കി ആ ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതെ നമുക്ക് അന്ത്യം വരെയും ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇരിക്കാം കുഞ്ഞോളാൻ്റെ കിടന്ന് വന്നിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ ദിവാത്സല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ അടിയങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചും അല്പസമയം പാതവിടെ ഇരുന്ന് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി യേശുവിന്റെ അടിപ്പണരാൽ അടിയങ്ങൾക്ക് സൗഖ്യം വരുത്തിയതോർത്ത് നന്ദിയോടെ അടിയങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് അടിയങ്ങളെ പ്രകാരമായിരിക്കണമെന്ന് തിരുവചനത്തിൽ കൂടി അടിയങ്ങളെ പഠിപ്പിച്ചല്ലോ. കർത്താവെ, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടും യേശു ക്രിസ്തു മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലവും ക്രിസ്തുവിനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തം ഇന്ന് വചനം സംസാരിച്ചപ്പോൾ കർത്താവെ, അതിലൂടെ അടിയങ്ങളുടെ ഓരോരുത്തരുടെ മേലെ അവിടുന്ന് തളിച്ച് ഞങ്ങളുടെ ഹൃദയത്തിന്റെ പാപഭാരങ്ങളെല്ലാം അവിടുന്ന് കഴുകിക്കളഞ്ഞ് ഞങ്ങൾക്ക് ശുദ്ധീകരണവും നീതീകരണവും തന്ന് യേശു ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി നിരന്നുകൊള്ളുകയെന്ന് ദൈവത്തോട് അപേക്ഷിച്ച് കർത്താവെ, ഞങ്ങൾക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. കർത്താവെ, ഇന്ന് ഞങ്ങളെ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാതെ ഹല്ലേലൂയ മരത്തിന്മേൽ തൂങ്ങുന്നവനൊക്കെ ശപിക്കപ്പെട്ടവനെന്ന് തിരുവചനത്തിൽ കേൾപ്പിച്ചല്ലോ. എന്നാൽ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് യേശുവിന്റെ ക്രൂശ് ഞങ്ങളിൽ വ്യർത്ഥമാക്കാതെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം കർത്താവെ വിശ്വാസത്താൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. യേശുവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകുവാൻ ഒരിക്കലും ഇടയാകാതെ നശിച്ചു പോകുന്നവർക്ക് യേശുവിന്റെ ക്രൂശ് കർത്താവെ അത് വ്യർത്ഥമാണെന്നാൽ യേശുവിന്റെ ക്രൂശിൽ ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ച് യേശുവിന്റെ ക്രൂശ് ഞങ്ങളിൽ വ്യർത്ഥമായി തീരാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രവൃത്തികളെ അതിന്റെ രാഗമുഖങ്ങളോടുകൂടെ ക്രൂശിച്ച് യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ ശരീരത്തെയും കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് കടന്നു പോകുവാൻ ഇന്ന് കർത്താവെ അവിടുത്തെ അഭിഷിക്തനിലൂടെ കേൾപ്പിച്ച വചനത്താൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യപ്പ. എന്റെ കർത്താവെ, വചനം തന്ന മോനിച്ചാനെ യേശുവിന്റെ നാമത്തിലടി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കർത്താവെ. ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വചനത്തിന്റെ ആഴത്തിൽ നിന്ന് വിളമ്പിത്തരുവാൻ തക്കവണ്ണം മകനെ ബലപ്പെടുത്തിയ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. ആന്റെ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെ എല്ലാവരെയും യേശുവിന്റെ നാമത്തിലടി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കപ്പ. കടന്നു വന്ന് ഞങ്ങളുടെ ആരുടെയും കുറവുകൾ കർത്താവെ ഈ ഭവനത്തിലോ മക്കൾക്കോ അനുഗ്രഹത്തിന്റെ തടസ്സമാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകുക പിരിയാത്ത സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കെട്ടിത്തരമെള്ളുമാറാകണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശദീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കൊടുത്തരുത്. വിനിയോഗത്തിന് ഞങ്ങളെ വിടുവിക്കണമേ. തുടർന്ന രാജ്യശക്തിയും മഹത്വവും നീ കൊടുത്തേക്കുള്ളതാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് അനുഗ്രഹത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ